യേശു ഏക നായകനാണ്, യേശു ഏക പരിശുദ്ധനാണ്. 33 വർഷം പാർത്തലത്തിൽ ജീവിച്ചൊരു കുറ്റവും ആർക്കും പറയാനില്ലാത്ത വിധം ജീവിതത്തെ ആപാത ചൂടം സംശുദ്ധമായി കാത്തുകൊണ്ട് നിരപരാധിയായി ആക്ഷേപരഹിതമായി ജീവിച്ച ഒരേ ഒരുവൻ എൻ്റെ യേശുവാണ് കേട്ടോ. നിയമത്തിൻ്റെ അവസാന വാക്കായ പീലാത്തോസ് പറയുന്നു, ഞാനിവല്ലൊരു കുറ്റവും കാണുന്നില്ല. അന്നേരം യേശു മുഖം പൊത്തി ആകപ്പാടെ വല്ലാതെ ജാള്യതയോടെ തലയും കുനിഞ്ഞു പിടിച്ച് നിൽക്കുകയായിരുന്നില്ല. ജാള്യതയോടെ പറഞ്ഞത് പീലാത്തോസ് തന്നെയാണ്. യേശു അപ്പോഴും അഭിമാനത്തോടെ നിൽക്കുകയായിരുന്നു. എൻ്റെ യേശുവിനെ പ്രസംഗിക്കാൻ വളരെ ചെറുപ്പത്തിൽ ഇറങ്ങിയത് അപ്പൻ ഉപദേശിയായതുകൊണ്ടല്ല. യേശു പറഞ്ഞ ഒരു വാചകം സൺഡേ സ്കൂളിൽ ഒരു ദൈവദാസൻ പഠിപ്പിച്ചപ്പം അത് ഹൃദയത്തിൽ പതിഞ്ഞ അന്ന് മുതൽ യേശുവിന് വേണ്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത്. 9ാം ക്ലാസ്സിലും 10ലൊക്കെ പഠിക്കുമ്പോൾ പരസ്യത്തിന് പ്രസംഗിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. അങ്ങനെ പ്രസംഗിക്കാൻ എനിക്ക് കിട്ടിയ ആവേശം ഈ ഒരു ഒറ്റ വാക്യമായി യോഹന്നാൻ 8:46 കൂടി വന്ന ജനസമൂഹത്തോട്. അതിനകത്ത് ശാസ്ത്രിമാർ, സൈന്യർ, എരിവുകാർ, പരീശന്മാർ, അവരും ഇവരും ഒക്കെ ഉണ്ട്. കണ്ടോ, ന്യായപ്രമാണം ഞങ്ങളുടേതാണ്, ന്യായപ്രമാണം എനിക്ക് അറിയാവൂ എന്ന് പറഞ്ഞ് ആകപ്പാടെ കുംഭകുലിക്ക് നടക്കുന്ന വമ്പൻ താരങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിക്കൊണ്ട് എൻ്റെ യേശു ചോദിച്ചൊരു ചോദ്യം, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? കണ്ടോ, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അങ്ങനെ ഉലകത്തിൽ ചോദിച്ചോർ ഒറ്റ ആളേ ഉള്ളൂ, അതെൻ്റെ കർത്താവ് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കുറ്റിക്കാട് നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, യേശു ഏക പരിശുദ്ധനാണ്. അതിന് കരമടിച്ച് സമ്മതിച്ചേ പറ്റുള്ളൂ. യേശു ഏക പരിശുദ്ധനാണ്. ഒത്തിരി പരിശുദ്ധന്മാരും വിശുദ്ധന്മാരും ഒക്കെ ഉണ്ട്, പക്ഷെ ഏക പരിശുദ്ധൻ യേശു മാത്രമാണ്. വിശുദ്ധന്മാരെന്നൊക്കെ പറയുന്നവരുടെ ജീവിതത്തെ ആപാതചൂടം പരിശോധിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കറുത്ത രേഖ, എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് മാർക്ക് കാണാൻ പറ്റും. പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അനാസിൻ്റെയും പിന്നെ കയ്യഫാവിൻ്റെയും പിന്നെ സന്നദ്ധി സംഘത്തിൻ്റെയും പിന്നെ പീലാത്തോസിൻ്റെയും പിന്നെ ഹെരോദാവിൻ്റെയും വീണ്ടും പീലാത്തോസിൻ്റെയും വിസ്താര മണ്ഡപങ്ങൾ വഴി ആ രാത്രിയിൽ അടിച്ചു നടത്തിക്കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ അവർ തോറ്റു തുന്നം പാടി അവൻ വിശുദ്ധനെന്ന് അവർ തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന ദൂതന്മാർ ആരാധിക്കുന്നത് വേറെ ആരെയുമല്ല, യഹോവയായ നമ്മുടെ കർത്താവിനെയാണ്. അവനേക പരിശുദ്ധനാ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പോൾ തന്നെ അവിടെ ഒരു ആത്മീയ ആശയം, ഉപദേശത്തിൻ്റെ നുറുങ്ങു പറയാതെ എങ്ങനെ മുൻപോട്ട് പോകും? ഏക പരിശുദ്ധനെ ആരാധിക്കുന്ന നമ്മളോടൊരു ആത്മീയ കാര്യം ഞാൻ പറയാം. ഏക പരിശുദ്ധനായവൻ്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? നമ്മൾ വിശുദ്ധരായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം വിശുദ്ധമാകണം, നിന്റെ ശരീരം വിശുദ്ധമാകണം, മനസ്സ് വിശുദ്ധമാകണം, മനസാക്ഷി വിശുദ്ധമാകണം, ഇന്ദ്രിയ വ്യവസ്ഥിതികൾ വിശുദ്ധമാകണം, സാമ്പത്തികം വിശുദ്ധമാകണം, ദാമ്പത്തികം വിശുദ്ധമാകണം, സാമൂഹിക ജീവിതം വിശുദ്ധമാകണം, സഭാ ജീവിതം വിശുദ്ധമാകണം, വ്യക്തിപരമായ ജീവിതം വിശുദ്ധമാകണം. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? 31,173 വാക്യങ്ങളുടെ ഇടയിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്നൊരു വാക്യമേ ഉള്ളൂ. വിശുദ്ധിയെ തികയ്ക്കണം. കൈകൾ വിശുദ്ധമാകണം, ശരീരം വിശുദ്ധമാകണം, കണ്ണുകൾ വിശുദ്ധമാകണം, വസ്ത്രം വിശുദ്ധമാകണം, പാർപ്പിടം വിശുദ്ധമാകണം, ഹൃദയം വിശുദ്ധമാകണം, വഴി വിശുദ്ധമാകണം, എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. അങ്ങനെയൊക്കെ വിശുദ്ധിയുടെ 100 വാക്യങ്ങൾ വേറെ ഉള്ളപ്പോൾ ഒറ്റ വാക്യത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കാച്ചിക്കുറുക്കി സംക്ഷിപ്തമാക്കി തന്നിരിക്കുന്നു. നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ആ വാക്യം മറക്കരുത്. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 7-ന്റെ 1-ാം വാക്യത്തിൻ്റെ ആ ഭാഗം കടം കൊണ്ടിട്ട് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി പാടുന്നത്, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. അനുഗ്രഹീതമായ പ്രയോഗമാണ്. വിശുദ്ധിയുടെ തികവ് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഏക പരിശുദ്ധനാ കർത്താവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശുദ്ധരായേ പറ്റൂ. വിശുദ്ധരായ പോരാ, വിശുദ്ധിയിൽ തികഞ്ഞവരായേ പറ്റൂ. എത്ര പേർക്ക് മനസ്സിലാകും? എത്ര പേര് ആമേൻ പറയും അക്കാര്യത്തിന്? ഓക്കെ. അപ്പോൾ യേശു നമ്മുടെ ജീവനാകണമെങ്കിൽ ഇങ്ങനെ അവനെ അങ്ങ് വിശ്വസിക്കണം. യേശു ഏക പരിശുദ്ധനാണ്. അപ്പം ഏക നായകനാണ്, ഏക പരിശുദ്ധനാണ്. അടുത്ത ഒരെണ്ണം കൂടെ കേട്ടോണം. ഏക നാഥനാണ് കർത്താവ്. സകലത്തിൻ്റെ മീതെ നാഥനായ കർത്താവ്, എല്ലാറ്റിനും നാഥനായി നിർത്താൻ പറ്റുന്നവൻ. ഒരെണ്ണം കൂടെ ഞാൻ പറയാം. അപ്പം 10 തികയുമല്ലോ. പ്രൈസ് ദി ലോർഡ്. 3 6 9 1 10. അവസാനത്തെ കേട്ടോണേ. യേശു ഏക ന്യായാധിപനാണ്. യേശു ഏക ന്യായാധിപന്. എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റും? നെഞ്ച് വിരിച്ച ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, താൻ പോരിമയോടെ, ആമ്പട ഞാനേ എന്ന പരുവത്തിൽ ഈ
ഭൂമുഖത്ത് ഇങ്ങനെ ജീവിച്ചു പോകും. ആരെയും കൂസാതെ, എത്ര പറഞ്ഞാലും കേൾക്കാതെ, ഇവിടെ തന്നെ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകുന്ന ചില വില്ലന്മാരുണ്ട്. ന്യായം വിധിക്കാൻ ഒരുവനുണ്ട് കേട്ടോ. അവൻ്റെ പേര് ഏകന്യായാധിപൻ എന്നാണ്. ഏകന്യായാധിപൻ ഭുവനൈക സാമ്രാജ്യങ്ങളുടെ വമ്പൻ സ്ഥാപകന്മാരെയും അവരുടെ അനുയായികളെയും അവരുടെ അനന്തരാവകാശികളെയും പാഠം പഠിപ്പിച്ച് ഒരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപന് ന്യായവിധി കൊടുത്തിരിക്കുന്നു. ആ ന്യായവിധി ദിവസം വരാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തെ വിനയത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, എളിമയിലേക്ക്, താഴ്മയിലേക്ക്, സൗമ്യതയിലേക്ക്, ശാന്തതയിലേക്ക്, ശാലീനതയിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. വിമർശന, വിരോധ, വിദ്വേഷ, വിഭാഗികതകളെല്ലാം വിട്ട്, ദാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹങ്കാരം, അഹന്തകളെ വിട്ട് വളരെ വിനയത്തോടെ, എളിമയോടെ ഈ സത്യദൈവമെന്ന് ഞാൻ വിശേഷിപ്പിച്ച് യേശുവിൻ്റെ ഈ 10 ഗുണഗണങ്ങളെ നിരുപാധികമായി ഏറ്റെടുക്കുമ്പോൾ ആ ക്രിസ്തു താങ്കൾക്ക് ജീവനായി മാറും. എത്ര പേർക്ക് ബോധ്യമായി? എത്ര പേർക്ക് ബോധ്യമായി? ഹല്ലേലൂയ. അപ്പോൾ കൊലോസ്യ ലേഖനത്തിലെ ആ വാക്യത്തിലെ ജീവനായ ക്രിസ്തു എന്നൊരൊറ്റ പ്രയോഗമാണ് ഈ 10 കാര്യത്തെ വിവരിക്കുവാൻ എനിക്ക് നിയോഗമായത്. ഞാൻ അവിടം വിടുകയാണ്. അപ്പോൾ സുഹൃത്തെ കേട്ടോണേ, എവിടെങ്കിലും വീട്ടിനകത്തോ വീട്ടിൻ്റെ മുറ്റത്തോ മട്ടുപാവിലോ അതല്ലെങ്കിൽ വീതിയിലോ വിശാല സ്ഥലത്ത് എവിടെങ്കിലുമൊക്കെ നിന്ന് കേട്ട പ്രിയപ്പെട്ടവരെ, 10 കാര്യങ്ങളുടെ വിശകലനം തരാൻ ഇവിടെ ഞങ്ങളുടെ അഭിഷക്ത ദൈവദാസന്മാരുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ ഇതിന് വിശദീകരണം തരാം. ഞങ്ങളൊക്കെ നിരന്തരം ഇതിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്ന് പ്രസംഗിക്കുന്നവരാ. ഇപ്പോഴും വായിച്ച് കേട്ടില്ലേ ഒരു ഷാരോൺ ഫെസ്റ്റിൻ്റെ കാര്യം? അവിടെ ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് യേശു മാത്രമാണ്, യേശു മാത്രം, യേശു മാത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാട്ടിനകത്ത് മുഴച്ചുമുറ്റി നിൽക്കുന്ന ഏറ്റവും പ്രധാന പ്രമേയം യേശു തന്നെയാണ്. മനസ്സിലായോ? അത് തിരിച്ചറിയണം. ഈ 10 വിചാരങ്ങളുടെ ആകത്തുകയ്ക്ക് നസ്രയനായ ക്രിസ്തുവെന്ന് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ആ യേശു നിങ്ങളുടെ ജീവനായി മാറും. ഹല്ലേലൂയ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി കൊലോസ്യ ലേഖനത്തെക്കുറിച്ച് ചില വിചാരങ്ങൾ കേട്ടോണേ. അത് കഴിഞ്ഞ് പുനരുദ്ധാനം പ്രാപിക്കേണ്ടതിനുള്ള യോഗ്യതകൾ പറയാം. കുഞ്ഞുങ്ങൾ ഒത്തിരി പേരെ കാണുമ്പോൾ, ഇന്ന് വേൾഡ് കപ്പിൻ്റെ അവിടെ പോയി ഹോയ് ഹോയ് പറഞ്ഞ് ഒത്തിരി പിള്ളേർ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വചനം കേൾക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ തന്നെ തമ്പടിക്കുമ്പോൾ അവർക്ക് കുറിച്ചെടുക്കാൻ ചിലത് വേണമല്ലോ. കൊലോസ്യ ലേഖനത്തെ ഒന്നുകൂടെ കൈകാര്യം ചെയ്യാൻ അവർ പ്രാപ്തരാകണം. അതിനവരോട് ഞാൻ പറയാം. മക്കളെ, 1-ാം അധ്യായം ഹൈ ക്രിസ്റ്റോളജി, 1-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, അങ്ങനെ എഴുതിക്കോണം. ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വേഗം ഒന്ന് പറയാം, മിന്നൽ എക്സ്പ്രസ് പോലെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണേ. 1-ാം അധ്യായം 13 മുതൽ 22 വരെ. 13-ാം അധ്യായത്തിൽ യേശു സ്നേഹ സ്വരൂപനാണ്, കണ്ടോ. 14-ാം അധ്യായത്തിൽ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. 15-ാം അധ്യായത്തിൽ യേശു ദൈവത്തിൻ്റെ പ്രതിമയാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്താണോ അത് തന്നെയാണ് യേശു എന്ന് പറയുന്നത്. 16-ാം അധ്യായത്തിൽ യേശു സർവസൃഷ്ടിതാവാണ്. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് 16-ാം വാക്യം. 17-ാം വാക്യം എന്ന് പറഞ്ഞാൽ യേശു സർവത്തിനും മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞ നിത്യനായ യേശുവാണ്. 17-ാം വാക്യത്തിൽ വേറൊരു ചിന്തയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും എല്ലാം ആധാരം കയ്യിലുള്ളവനാണ് കർത്താവ്. സ്തോത്രം. നമ്മുടെ ആഹാരത്തിൻ്റെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ആസ്തിക്യത്തിൻ്റെ, നമ്മുടെ ആയുസ്സിൻ്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ, ദൈവദാസന്മാരുടെ ശുശ്രൂഷയുടെ, നമ്മുടെ സഭയുടെ, ഈ രാജ്യത്തിൻ്റെ, ഈ ഭൂമികയുടെ എല്ലാം ആധാരം കയ്യിലുള്ള ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. അതാണ് 17-ാം വാക്യം. 17-ാം വാക്യം മാത്രം പ്രസംഗിക്കണം. പക്ഷെ അത് പൊതുവേദിയിലല്ല. അതൊരു കാത്തിരിപ്പയോഗോ ഉപവാസ പ്രാർത്ഥനയോ സഭായോഗത്തിനൊക്കെ അകത്ത് കയറിയിട്ട് കൊലോസ്യർ 1:17 പ്രസംഗിക്കാൻ ദൈവദാസന്മാരെ ഞാൻ ശുപാർശ ചെയ്യുകയാ. ക്രിസ്തു, ഹല്ലേലൂയ. അത് എന്നാ സുഖമുള്ളൊരു വിഷയമാണെന്നറിയാമോ? അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സർവത്തിനും ആധാരമായവൻ. യേശുവാണ് എൻ്റെ ആധാരമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ ആയുസിൻ്റെ ആധാരം എൻ്റെ കുടുംബ ഡോക്ടർ അല്ലെന്ന്. എൻ്റെ ആയുസിൻ്റെ ആധാരം എനിക്ക് കടം തരാൻ നിൽക്കുന്ന ഏതെങ്കിലും ബാങ്ക് അല്ല. എൻ്റെ ആയുസിൻ്റെ ആധാരം ഏതെങ്കിലും നാട്ടുവൈദ്യനല്ല. എൻ്റെ ആധാരം എൻ്റെ കർത്താവാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ, അവൻ്റെ സ്പർശനത്താൽ, അവനിലുള്ള വിശ്വാസത്താലാണ് എനിക്കെല്ലാം ലഭ്യമാകുന്നത്. ആധാരം, അതാണ് 17-ാം വാക്യം. 18-ാം വാക്യം സഭയുടെ തലയായ ക്രിസ്തു.
ക്രിസ്തുവാണ്. 19 വാക്യം ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് പറയുന്നു. 20 വാക്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കിയ ക്രിസ്തു. 20 വാക്യം 21, 22 വാക്യങ്ങൾ പറയുന്നു നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തു. കൊലോസ്യ ലേഖനം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എങ്ങനെ ബോധ്യമാകാൻ? മിന്നൽ പോലെ പറഞ്ഞു വിട്ടത് എങ്ങനെ ബോധ്യമാകാൻ? വീട്ടിൽ ചെന്ന് ഓരോ വാക്യങ്ങളും ഇങ്ങനെ വായിക്കണം. 13 മുതൽ 22 വരെ വായിക്കുമ്പോൾ അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞ ഈ ചിന്തകൾ നിങ്ങൾക്ക് ലഭിക്കപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന നല്ല അധ്യാപകൻ അതിനെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ 1-ാം അധ്യായത്തിൽ നിന്ന് മാറുന്നു. ഇനി കുഞ്ഞുങ്ങളോട് നിങ്ങളുടെ ഒരു പിതാവെന്ന പോലെ, പ്രൈസ് ദി ലോർഡ്, ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം 4-ാം വർഷം ബിഡിക്ക് പഠിക്കുന്നു. അപ്പോൾ എത്ര വയസ്സായെന്ന് നിങ്ങൾ അന്വേഷിച്ചോണം. തോക്കാതെ ഡിഗ്രി പാസ്സായി പിന്നെ 4 വർഷം കൂടെ ബൈബിൾ പഠിച്ച എൻ്റെ മൂത്ത മകൻ എത്ര വയസ്സായി? ആ പ്രായം മുതൽ താഴേക്കുള്ളവരൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ പരിഗണിക്കുന്നു. അല്പം പ്രായം കൂടിയെങ്കിൽ കുഞ്ഞനുജത്തിമാരായി കുഞ്ഞനുജന്മാരായി പരിഗണിക്കുന്നു, മൂത്ത ജ്യേഷ്ഠന്മാരായി പരിഗണിക്കുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.